ഹായ്, ഞാൻ വീണ്ടും വരേണ്ടി വന്നു. തമിഴത്തിയോട് സംസാരിക്കാൻ വേണ്ടി തന്നെയാണ്. തമിഴത്തിയുടെ എനിക്കെതിരെയുള്ള ലൈവിൻ്റെ ചെറിയൊരു പോർഷൻ ഞാൻ കണ്ടു കേട്ടോ. എനിക്കും നീ പറഞ്ഞതുപോലെ മുഴുവൻ കാണാനുള്ള ഒരു എന്താ പറയുക, ഒരു താല്പര്യമില്ല, അത്രയും ക്ഷമ എനിക്കില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു പോർഷൻ കണ്ടു. അതിൽ നിന്നും കിട്ടിയ കാര്യങ്ങൾ ധാരാളം മതിയാവും എനിക്ക് നിനക്കെതിരെ സംസാരിക്കാനായിട്ട്. അപ്പം നീ എന്താ പറഞ്ഞത്? നിൻ്റെ അല്പജ്ഞാനം ആപത്താണ്, ഞാൻ എന്തോ പകുതി കേട്ടിട്ട് വന്ന് സംസാരിക്കുന്ന പോലെ പറഞ്ഞു. ഡോക്ടർ എന്തോ വന്ന് ഈ വിഷക്കുപ്പിയില്ലേ, മറ്റേ ഇൻസുലിൻ അല്ല എടുക്കുന്നത്, വിഷമാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ആ സ്ത്രീയുടെ ലൈവിൽ, അവളുടെ ലൈവിൽ ഞാൻ പോകാറില്ലടി, പിന്നെ എങ്ങനെയാണ് അവിടെ കമന്റ് ഇട്ടത് കാണാറ്? എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ വല്ലപ്പോഴും ഞാൻ പറയുന്നുണ്ടോ എന്നറിയാൻ കയറി നോക്കും, അല്ലാതെ ഞാൻ പോകാറില്ല. വാ തുറന്നാൽ നുണ മാത്രം തുപ്പുന്ന ആ വിഷസർപ്പത്തിൻ്റെ ലൈവിൽ ഞാൻ പോകാറില്ല. കള്ളം മാത്രം പറയും, തെളിവ് വെക്കാൻ പറയുമ്പോൾ കടന്ന് ഉരുണ്ട് കളിക്കും. വിഷക്കുപ്പിയുടെ ലൈവിൽ ഞാൻ പോകാറില്ല. അപ്പോൾ അവിടെ നീ ഇട്ട കമൻറ്റിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നു. അല്ലടി മന്ദബുദ്ധി, അല്ലടി പൊട്ടി, ഞാൻ ഒന്നും അറിയാതെ നിന്നെപ്പോലെ അവിടെ ഉടൻ കേട്ടിട്ട് സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ. നീ ഇൻവിസിബിൾ ആർമിയുടെ താഴെ ഇട്ട കമൻറ്റിനെ പറ്റി തന്നെയാണ് പറഞ്ഞത്. അത് ഏതാണെന്നറിയോ? ഒരു വിഷയമില്ല, സ്മൂത്തായിട്ട് ഈ സോഷ്യൽ മീഡിയ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിനക്ക് കണ്ടന്റ് ഒന്നുമില്ലാതെ നീ അവിടെ വെറുതെ ഈച്ചയടിച്ചിരിക്കുന്ന സമയത്താണ് ഇൻവിസിബിൾ ആർമിയിൽ പറഞ്ഞ എന്തോ ഒരു കാര്യം അത് കള്ളമാണ് എന്ന് പറയാനാണെന്ന് പറഞ്ഞ് നീ മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട്, കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീ ഇൻവിസിബിൾ ആർമിയിൽ തന്നെ ഇട്ട കമൻറ്റിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതിനെ ചൊല്ലിയാണ് അവിടെ അവർ പറഞ്ഞത് ശരിയല്ല, ഇവർ പറഞ്ഞത് ശരിയല്ല, അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് അതിനെ ചൊല്ലിയുള്ള വാക്ക് തർക്കത്തിലാണ് പിന്നെ ഇങ്ങോട്ടുള്ള ഓരോ സംഭവങ്ങളും നടന്നേക്കുന്നത്. അതായത് ശാന്തമായി പോയിക്കൊണ്ടിരുന്ന ഒരു സോഷ്യൽ മീഡിയ വീണ്ടും തെറിയഭിഷേകം കൊണ്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ട് നീ ചെയ്ത ആ പ്രവൃത്തിയുടെ ആഫ്റ്റർ എഫക്റ്റാണ് പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ആ വിഷക്കുപ്പിയുടെ ചാനലിൽ പോയി നീട്ട കമൻറ്റിനെ പറ്റിയിട്ടല്ല ഞാൻ പറഞ്ഞത്. കേട്ടോടി അല്പജ്ഞാനി, കടുക് ജ്ഞാനി, നീ കേട്ടോ? അത് തന്നെയാണ് നീ പറഞ്ഞത്. ആ കമൻറ്റിനെ പറ്റിയിട്ട് ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ നീ ലൈവിൽ പറയുന്നുണ്ടായിരുന്നു, ഞാൻ അവിടെ പോയി കമൻറ്റ് ഇട്ടത് മനഃപൂർവ്വം തന്നെയാണെന്ന് നീ പറയുന്നുണ്ടായിരുന്നു. അത് ഞാൻ കേട്ടതാണ്, ഞാൻ കേട്ട കാര്യമാണ് പറഞ്ഞത് കേട്ടോ. മനഃപൂർവ്വം എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്ന് നീ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും കമന്റ് ഇട്ടത് മനഃപൂർവ്വമാണ് എന്ന് നീ പറയുന്നത് ഞാൻ കേട്ടിട്ട് തന്നെയാണ്. കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് നീ പറയുന്നത് കേട്ടിട്ട് തന്നെയാണടി തമിഴെത്തി ഞാൻ സംസാരിക്കുന്നത്. പിന്നെ ആ വിഷക്കുപ്പി, ഇൻസുലിൻ്റെ പേരിൽ വിഷം കുത്തിവെക്കുന്ന ആ നികൃഷ്ട ജീവി, വിഷസർപ്പം ചീറ്റുന്നത് ഞാൻ കണ്ടു. അതിൻ്റെ താഴെ ഒരു കമൻറ്റ്, എന്താണ് അവളുടെ സിനിമാ സെറ്റിലെ അവളുടെ വൃത്തികെട്ട പിക്കുണ്ടെന്നോ, അവൾ ഇങ്ങനെ നടക്കുകയാണ് എന്നെന്തോ പറഞ്ഞ മുംതാസിനോട് ഇപ്പോൾ അവൾക്ക് പ്രശ്നമില്ല, മുംതാസ് ഇപ്പോൾ പുണ്യവാളത്തി എന്ന് അവൾ പറയുന്നു. എടി, ഞാൻ എവിടെയാണ് ആ സ്ത്രീയെ പുണ്യവാളത്തി എന്ന് പറഞ്ഞത്? ഞാൻ ഇന്നലെ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. എനിക്ക് അവരോടുള്ള വിയോജിപ്പുകൾ എല്ലാം ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രമേ ഉള്ളൂ. അല്ലാതെ അവരും ഞാനും തമ്മിൽ വേറെ ഒരുപാട് പ്രശ്നമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആശയപരമായ സംവാദങ്ങൾ, അതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത അവരുടെ വാക് പ്രയോഗങ്ങൾ ഞാൻ പല തവണ അതിന് തക്ക രീതിയിൽ ഞാൻ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഉണ്ടായ സംഭവത്തെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. സത്യം പറയുമ്പോൾ നിനക്ക് എന്തിനാടി വിഷക്കുപ്പി കൊള്ളുന്നത്? ഞാൻ ആ സംഭവത്തെ പറ്റിയിട്ടാണടി പറഞ്ഞത്. നിനക്ക് നാവ് തുറക്കാൻ യോഗ്യതയുണ്ടെങ്കിൽ നീ പറഞ്ഞ പേരും കള്ളത്തിൻ്റെ തെളിവെടുത്ത് വെക്കടി, എന്നിട്ട് നീ സോഷ്യൽ മീഡിയയിൽ വാ തുറക്ക് കേട്ടോ. അല്ലാതെ നിന്നെപ്പോലെ എടി ആ സമയത്തൊക്കെ നീ അവിടുത്തെ ആളല്ലായിരുന്നോ? ഈ പറയുന്ന നീ അവരെ താങ്ങി നിന്ന ആളല്ലായിരുന്നോ? ഇപ്പം നീ അവിടുന്ന് ചാടി നീ വിഷമാണെന്ന് കരുതി എവിടെന്നെങ്കിലും ഇറക്കി വിട്ട് കഴിയുമ്പം മാത്രം നിനക്കെങ്ങനെയാണ് അവരോട് വിയോജിപ്പുണ്ടാകുന്നത്? എടി, ഫിജോയെ നീ ചീത്ത പറഞ്ഞതിനാടി, ഫിജോയെ ചീത്ത പറഞ്ഞുകൊണ്ടാണടി നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്നത്. അവർ തുണിത്തട്ടിപ്പുകാരിയാണ്, കള്ളിയാണ്, അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണ് എല്ലാം ഒറ്റയടിക്ക് മാറിയോടി. എടി, നിനക്കൊക്കെ നാണമുണ്ടോ? ഈ കമൻറ്റ്, ഈ വിഷസർപ്പത്തിൻ്റെ കമൻറ്റ് വായിച്ചിട്ട് തമിഴത്തി പറയുന്നു നിലപാടില്ലാത്തവളെന്ന് എന്നെ വിളിക്കുന്നു. എടി, നീ ഇന്ന് ഫിജോയുടെ ലൈവിൽ പോയിട്ട് കടന്ന് മെഴുകുന്നുണ്ടായിരുന്നല്ലോ നീ. നിന്റെ നിലപാട് എവിടെയാടി? വൃത്തികെട്ട തമിഴത്തി, വൃത്തികെട്ട വിഷക്കുപ്പി, ഇൻസുലിൻ, നിങ്ങളുടെയൊക്കെ നിലപാട് എവിടെയാ? നീയൊക്കെ ഇത്രയും ഈ കഴിഞ്ഞ ദിവസം വരെ ഫിജോയെ പറഞ്ഞ വാക്കുകൾ, എടി അവർക്ക് പ്രശ്നമില്ലായിരിക്കാം, അവർക്ക് ചിലപ്പോൾ നിന്നോട് ക്ഷമിക്കാൻ പറ്റിയേക്കാം, സഹിക്കാൻ പറ്റിയേക്കാം. എനിക്ക് എൻ്റെ സ്വഭാവത്തിന് പറ്റില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ അന്നും ഇന്നും എന്നും ഞാൻ ഉറച്ചു നിൽക്കും. പിന്നെ വലിഞ്ഞു കയറി ഒരു ചാനലിലേക്ക് ചെന്ന് കഴിയുമ്പം അവർക്ക് പെട്ടെന്ന് അവരിന്നലെ ആ ഒരു ആവശ്യത്തിന് വന്ന് കമൻറ്റ് ഇടുകയും ചെയ്തു. മേ ബി അവർക്ക് ഇറങ്ങിപ്പോയി എന്ന് പറയാനുള്ള ഒരു മടിയുണ്ടാകും. കയറിപ്പോകുന്നവർക്ക്, വിളിക്കാത്ത പന്തലിൽ ഉണ്ണാൻ കയറി ചെല്ലുന്നവർക്ക് ഒരല്പം നാണം, ഒരല്പം ജാള്യത ഉണ്ടാകാം.
അത് ഒരല്പം തൊട്ട് തീണ്ടാതെ ഇന്നലെ വരെ ഫിജോയെ തട്ടിപ്പുകാരി തുണി തട്ടിപ്പുകാരി സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, ഇവിടെ തട്ടിപ്പിൽ പോയി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്, ഇവൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഹോര നീ പ്രഘോഷിച്ചുകൊണ്ടിരുന്നല്ലേ. ഇന്ന് നീ അവിടെ പോയി കമൻ്റ് ഇട്ട് മെഴുകുന്നു. അപ്പം നീ എന്തിനു വേണ്ടിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്? അപ്പം നീ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണോ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ, നിന്റെ കുമ്പം നിറയ്ക്കാൻ, നിനക്ക് പണമുണ്ടാക്കാൻ, നിനക്ക് ജീവിക്കാൻ, അതിനുവേണ്ടി മാത്രം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നീ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ് ഇന്ന് കണ്ടത്. കാര്യം നീ കുറേ നാളായിട്ട് നീ ഒരിക്കലും അംഗീകരിക്കില്ല, ഒരിക്കലും നീ കൂട്ടത്തിൽ ചേർക്കില്ല, അവരെ ജനങ്ങളെ കബളിപ്പിക്കുന്ന അവരെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നീ ഘോരം പ്രഘോഷിച്ചുകൊണ്ടിരുന്നതാണ്. ഈ വിഷക്കുപ്പിയായ ഇൻസുലിന് നീയും എല്ലാം അല്ലേ. എന്നിട്ട് പെട്ടെന്നൊരു ദിവസം നീ ഓടിക്കേറി അവിടെ സഖ്യമുണ്ടാക്കിയേക്കുന്നു. നിനക്കെന്ത് നിലപാടാണെടി തമിഴത്തി ഉള്ളത്? എനിക്ക് നിലപാടുണ്ട് എന്ന് എന്നെ അറിയുന്ന എല്ലാവരും പറയും. നിനക്കെന്ത് നിലപാടാണെടി? നാണമില്ലേടി നിനക്ക് എന്ത് കാണിച്ചിട്ട് നിനക്ക് ക്യാഷ് ഉണ്ടാക്കണം? ഇപ്പം നിൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല. അപ്പോൾ ഓരോ ചാനലിലും പോയി അവരുടെയൊക്കെ ചാനലിൻ്റെ താഴെ കമൻ്റ് ഇട്ട് നീ ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കൂടെ ആളില്ലാതെ നിനക്ക് നിൽക്കാൻ പറ്റത്തില്ലടി. നീ സംസാരിക്കുക. എനിക്കൊരു 2 വരി കേട്ടാൽ മതി നിനക്കെതിരെ സംസാരിക്കാൻ. പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും തമ്മിൽ മതപരമായ പല കാര്യങ്ങളിലും പറഞ്ഞതിൽ നിനക്കെന്താടി ഇത്ര വലിയ ഡാഷ് എന്നും പറഞ്ഞിട്ട് നീ സംസാരിക്കുന്നുണ്ട്. എടി നീ നിൻ്റെ ചെണ്ടയും കൂടെ പറഞ്ഞത് മതപരമായ കാര്യമാണ്, ഒന്നാമത്തെ കാര്യം. പിന്നെ നീ അവിടെ എൻ്റെ പേര് വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു. മുനിയാണ്ടി ഇപ്പോൾ വരും, മുനിയാണ്ടിക്ക് കണ്ടൻ്റായി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒന്നും അഭിപ്രായം പോലും പറയാത്ത ആ സ്ഥലത്ത് നീ എൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം. ഇനി ആദ്യത്തെ കാര്യം തന്നെ പറയാം. എടി ഞാനൊരു ക്രിസ്ത്യനാണ്. എടി എനിക്ക് മതപരമായ യാതൊരു വേർതിരിവുകളും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എല്ലാ ഈശ്വരനും ഒന്നാണ്, എല്ലാ മതങ്ങളും ഒന്നാണെന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ നീ പറഞ്ഞത് ക്രിസ്ത്യാനികളെ കുറിച്ചാണ്. നീ എച്ചാൻജയെ കുറിച്ചല്ല, എച്ചാൻജയുടെ മതത്തെക്കുറിച്ചല്ല നീ പറഞ്ഞത്. അതായിരിക്കാം, ക്രിസ്ത്യൻ ആയിരിക്കാം. പക്ഷേ ലോകത്തുള്ള ക്രിസ്ത്യൻസിനെ പറ്റിയിട്ടാണടി തമിഴത്തി നീ പറഞ്ഞത്. നീ പറഞ്ഞ ചെറിയൊരു പോർഷൻ ഞാൻ വെക്കാവേ. എന്നാൽ പള്ളിയിൽ എന്നാൽ നിൻ്റെ പാസ്റ്റർമാർ കയറി ഉണ്ടാക്കുന്ന പോലെയല്ലെന്ന് ഞാൻ ഇതിവിടെ വെക്കാം. കേക്ക് കേട്ടോടി. കേട്ടോ, ലോകത്തുള്ള ക്രിസ്ത്യൻസിന് മുഴുവൻ കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് നീ സംസാരിച്ചത്. ബൈബിളിൽ എന്തോ വേണ്ടാത്ത വൃത്തികേട് തന്നെ എഴുതി വെച്ചേക്കുന്നു എന്നുള്ള രീതിയിലാണടി തമിഴത്തി നീ സംസാരിച്ചത്. നീ എന്താടി വിചാരിച്ചത്? നീ അവിടെ എങ്ങനെ കടന്നാടിയാലും അഴിഞ്ഞാടിയാലും ഈ ലോകത്തുള്ള നിൻ്റെ ചാനലിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇടുന്ന കുറേ വൃത്തികെട്ട ലെവലേശം ഉളിപ്പില്ലാത്ത കുറേ ആൾക്കാരെ പോലെ ഈ ലോകത്തുള്ള എല്ലാവരും അടങ്ങിയിരിക്കും എന്നാണ് നീ വിചാരിച്ചത്. അത് നിനക്ക് തെറ്റി. നട്ടലുള്ള ചങ്കുറപ്പുള്ള ആളുകൾ ഇവിടെ ഉണ്ടടി. ഇപ്പം എന്താ നിനക്ക് മുട്ട് വരയ്ക്കുന്നുണ്ടോ? ഓരോ ആളുകൾ നിന്റെ വീട്ടിലേക്ക് വരും എന്ന് പറയുമ്പോൾ നിനക്ക് മുട്ടു വരയ്ക്കുന്നുണ്ടോ? അതുകൊണ്ടല്ലേടി ഓടിപ്പോയി എല്ലാ ചാനലിലും പോയി അവിടെ ഇവിടെയും പോയി നീ കൂട്ടുകൂടാനായിട്ട് ശ്രമിക്കുന്നത്? നിനക്കൊരു താങ്ങില്ലാതെ നിനക്ക് നിൽക്കാൻ പറ്റില്ലല്ലേ? ഞാൻ അങ്ങനെയല്ലടി. ഒരിടത്തും പോയി അന്തർധാരയോ ബാഹ്യധാരയോ ഒന്നും ഉണ്ടാക്കിയിട്ടല്ലടി ഞാൻ സംസാരിക്കുന്നത്. ആരുമായിട്ടും കോണ്ടാക്ട് വെച്ചിട്ടോ ഫോണിൽ കൂടെ വിളിച്ച് സംസാരിച്ചിട്ടോ അല്ല ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യം തന്നെ മതി. അങ്ങനെ നോക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ വൃത്തികെട്ട ശല്യം നീയാണെടി തമിഴത്തി. ഇന്ന് നിൻ്റെ ഒരു പഴയ ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു നിനക്ക് തട്ടുകട എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ലായിരുന്നു എന്ന്. നീ ഈ അടുത്തിടയ്ക്കെങ്ങാണ്ട് ആരെയോ കളിപ്പിച്ച് തട്ടുകട വാങ്ങിയതാണ്. അത്രയും നാൾ നീ തട്ടുകട എന്ന് പറയുന്നത് കള്ളമായിരുന്നു എന്ന് നിൻ്റെ ഒരു പഴയ ഫ്രണ്ട് തന്നെ പറയുന്നുണ്ട്. എന്താ നിനക്ക് മറുപടി പറയാനുള്ളത്? അപ്പോൾ നാളിതുവരെ നീ നാട്ടുകാരെ പറ്റിച്ച് തെറി വിളിച്ച് ചീത്ത വിളിച്ച് നീ ജീവിച്ചു അല്ലേ? പിന്നെ എന്നെ തെറി വിളിച്ചത് ഞാൻ ചോദിച്ചു മേടിച്ചതാണെന്ന് നീ പറയുന്നു. ഇനിയും ചോദിക്കുവാടി, താടി തെറി, വിളിക്കടി തെറി. നിന്റെ ആ വൃത്തികെട്ട കൂതറ സെപ്റ്റിക് ടാങ്കിലിരുന്നിട്ട് നീ തെറി വിളിക്കടി. നിനക്കല്ലാതെ ജീവിക്കാൻ പറ്റില്ലടി. നീ തെറി വിളിച്ച് നീ തീരണം കേട്ടോ. തെറി വിളിച്ച് തന്നെ ആയിരിക്കണം നിൻ്റെ അവസാനം. അതുതന്നെയാണ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അപ്പം നീ എന്നെ അങ്ങ് വിട്ട് കളയണ്ട. വേണ്ട എന്ന് വെച്ചു. വേണം എന്ന് വെക്കടി. എന്നിട്ട് നീ തകർത്തിരുന്ന് അങ്ങോട്ട് അറുമാതിക്ക്. നീ തന്നെയായിരിക്കും എൻ്റെ കോണ്ടൻറ്റ്. നീ തന്നെ ആയിരിക്കൂടി എൻ്റെ കോണ്ടൻറ്റ്. കാര്യം നിന്നോളം നാണം കെട്ട നെറി കെട്ട ഒരു സാധനത്തിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവം, ഇന്നലെ വരെ വൃത്തികേട്, ഫിജോയെ പറയാത്ത വൃത്തികേട്, ഈ ഇൻസുലിൻ എന്ന് പറയുന്ന വിഷക്കുപ്പിയും എന്നോട് തർക്കിച്ചുകൊണ്ടിരുന്ന ഫിജോയെ പറ്റി മാത്രം ഞാൻ വൃത്തികേട് പറയാത്ത എന്താണ് എന്ന് ചോദിച്ചിട്ടാണ്.
നീ എന്താടി പൊതുസമൂഹത്തിൽ പബ്ലിക്കിൽ ഇത്രയും കാലം നീ പറഞ്ഞുകൊണ്ടിരുന്നത്? നാണം കെട്ടവളെ. എന്നിട്ട് നീ പറയുന്നു എനിക്ക് നിലപാടില്ലെന്ന്. അതുപോലെ ക്രിസ്ത്യൻസിനെ നീ ഏതെല്ലാം രീതിയിലാടി അതിൽ വൃത്തികെട്ടതായിട്ട് നീ വ്യാഖ്യാനിച്ചത്. എന്നിട്ട് നീ സോഷ്യൽ മീഡിയയിൽ എരന്ന് തെണ്ടി ക്യാഷ് മേടിച്ചേക്കുന്നത് മുഴുവൻ ക്രിസ്ത്യൻസിനോടല്ലേ? പവർ ബ്രോയ്ക്ക് ക്യാഷ് പവർ ബ്രോ എനിക്ക് തോന്നുന്നു ജോണി എന്നെങ്ങാണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരല്ലേ. അപ്പോൾ ക്രിസ്ത്യൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഓസിസ്റ്ററും എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ ആണെന്ന് തോന്നുന്നു. പിന്നെ ആൻ്റണി ബ്രോ അതും ക്രിസ്ത്യനാണ്. അപ്പോൾ ഞാൻ അറിയുന്ന നീ ക്യാഷ് മേടിച്ചേക്കുന്ന എല്ലാവരും ക്രിസ്ത്യൻസ് ആണ്. ആൻ്റണി ബ്രോയോട് മേടിച്ചെന്നോ ചോദിച്ചെന്നോ എന്തോ ആണ് കറക്റ്റ് എനിക്കറിയില്ല. എന്തായാലും ഇവരൊക്കെ ക്രിസ്ത്യൻസ് ആണ്. അപ്പോൾ അവരുടെ ബീഫ് കഴിക്കുന്ന അവരുടെ ക്യാഷ് മേടിച്ച് നിനക്ക് വെട്ടി വിഴുങ്ങാം, നിനക്ക് ചിലവാക്കാം അല്ലേടി, ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ബീഫ് കഴിക്കുന്ന ക്യാഷ്, ബീഫ് വിൽക്കുന്ന ക്യാഷ് ആണെങ്കിലും ബീഫ് കഴിക്കുന്ന ആളുകളും ആണെങ്കിലും ഒന്നും നിനക്ക് യാതൊരു പ്രശ്നവും ഇല്ല. നിനക്ക് ചോര തിളയ്ക്കുമെന്നാണ് പറയുന്നത് ഹിന്ദു ആണെങ്കിൽ. ഒരു യഥാർത്ഥ ഹിന്ദു ആണെങ്കിൽ നീ നോൺ വെജ് പോലും കഴിക്കരുതടി. ഈ പറയുന്ന സനാതന മാർഗങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ് നീ എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവരോടെല്ലാം നിനക്ക് ക്യാഷ് മേടിക്കാൻ തെണ്ടാം. എന്നിട്ട് പവർ ബ്രോയുടെ ക്യാഷ് ഏതാണ്ട് ഈ ഡിസംബറിൽ കൊടുക്കാമെന്നല്ലേ നീ പറഞ്ഞത്? റെഡിയായോ? നിനക്ക് പവർ ബ്രോ അക്കൗണ്ട് നമ്പർ തരുന്നില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കുറേശ്ശെ വേണ്ട, നിനക്ക് എന്ന് കൊടുക്കാൻ പറ്റുന്നു അന്നൊരു ഡേറ്റ് പറ, അന്ന് മുഴുവനായിട്ട് കൊടുക്കാൻ പറ്റുന്ന സമയത്ത് അക്കൗണ്ട് നമ്പർ തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നീ പറഞ്ഞു ഈ ഡിസംബറിൽ കൊടുക്കാമെന്നാണ് നീ പറഞ്ഞത്. നിന്റെ വാക്ക് പാലിക്കാൻ പറ്റുമോടി നിനക്ക് നിന്റെ വാക്ക് പാലിക്കാൻ പറ്റുമോ? ഈ ഡിസംബറിൽ നിനക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കടി. ഒരു കഴിവുമില്ലാത്ത വൃത്തികെട്ട നികൃഷ്ട ജീവി, നീ അവിടെ മിണ്ടാതിരിക്കുക. അപ്പോൾ നിനക്ക് ജീവിക്കാൻ നിനക്ക് തെണ്ടാനും ഈ ലോകത്തുള്ള ക്രിസ്ത്യൻസും ഹിന്ദുക്കളും മുസ്ലിംസും ഒക്കെ വേണം. അപ്പോൾ അതുപോലെ ഒരു വൃത്തികെട്ടവൾ വന്നിട്ട് നിൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു, മുസ്ലിങ്ങൾ 1 മണിയാകുമ്പോൾ ഏറ്റുപോകും ഞങ്ങളുടെ ഓഫീസിൽ, എന്നിട്ട് നിസ്കരിച്ചിട്ട് 1 മണിക്കൂർ എന്തോ കഴിഞ്ഞിട്ടാണ് വരുന്നത്, ഞങ്ങൾ ആരും ഒന്നും മിണ്ടാറില്ലെന്ന്. അവളോടൊന്നും മിണ്ടി നോക്കാൻ പറ. അവളോടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവളോടൊന്നും മിണ്ടി നോക്കാൻ പറ. എന്താ നടക്കുന്നതെന്ന് നമുക്കറിയാം. നിൻ്റെയൊക്കെ കുത്തകയാണല്ലോ ഇതൊക്കെ അല്ലേ? അപ്പം നീ എനിക്കെതിരെ നീ ഇങ്ങനെ സംസാരിക്കടി. നിനക്ക് കണ്ടല്ലേ വേണ്ടത്, നീ അങ്ങോട്ട് സംസാരിക്കുക. ബാക്കി മറുപടി ഞാനും തരാം. എനിക്ക് ഈ 2 വരി മാത്രം മതി. കാര്യം നിന്നെയും കിട്ടി, ആ വിഷജീവിയെയും വിഷസർപ്പത്തെയും എനിക്ക് കിട്ടി, അത് മതി. ഇതിൽ കൂടുതലൊന്നും നീ അർഹിക്കുന്നില്ല. ഒരു നിലപാടുമില്ലാത്ത എടി, ഒരു 3000 രൂപ മേടിച്ച് ഭക്ഷണമില്ലാന്ന് പറഞ്ഞിട്ട് നീ തെണ്ടിയല്ലേ? അത് നിന്റെ പഴയ കൂട്ടുകാരി പറയുന്ന കേട്ടതാ. കഴിക്കാനില്ല എന്ന് പറയും. എടി നീ പറഞ്ഞില്ലേ നീ ഏതോ ടെക്സ്റ്റൈലിൽ എന്തൊക്കെയോ ജോലി ചെയ്ത കാര്യങ്ങൾ നീ പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റൈലിൽ എന്തോ ജോലിക്ക് കയറിയിട്ട് 1 മാസം കൊണ്ട് നീ ഏറ്റവും വലിയ സ്റ്റാഫായിട്ട് നിന്നെ അവിടെ കയറ്റി, നിനക്ക് അന്നേ വലിയ സാലറി ഉണ്ടായിരുന്നു. എടി 10-20,000 രൂപ കിട്ടൂടി. ആ ഫീൽഡിൽ പോയാലും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ അത്യാവശ്യം നല്ല പൊസിഷനിൽ ഒരു സെയിൽസ് ഗേളായിട്ട്, നന്നായിട്ട് നിൽക്കുന്ന ഒരു സെയിൽസ് ഗേളായിട്ട് ജോലി ചെയ്താൽ 10-20,000 രൂപ കിട്ടും. അങ്ങനെ പോയാലും ജീവിക്കാടി. നീ എല്ലാ പെണ്ണുങ്ങളെയും പറയല്ലേ പണിയെടുത്ത് ജീവിക്കുന്നത്. നീ ആദ്യം പണിയെടുത്ത് ജീവിക്കടി. ഈ യൂട്യൂബിലിരുന്ന് തേറി പറഞ്ഞ് മാത്രം ജീവിക്കാതെ എന്തെങ്കിലും ഒരു പണിയെടുത്താലും ഇതുപോലെ പിച്ചെടുക്കാതെ ജീവിച്ചുകൂടി. ഭക്ഷണത്തിനില്ലാന്ന് പറഞ്ഞ് നീ അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചല്ലേ? നാണം ഉണ്ടോടി നിനക്ക്? എന്നിട്ട് ഭക്ഷണത്തിനില്ലാന്ന് പറഞ്ഞ് പോയി ക്യാഷ് നീ പോയി മേടിച്ചത് ബദാമും കാഷ്യൂനട്ടും അങ്ങനെ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ നീ കുറേ നാൾ മുമ്പ് വേറൊരു സ്ത്രീയെ പറഞ്ഞുകൊണ്ടിരുന്നു അവർ ആർഭാടം കാണിക്കുകയാണ്, അതാണ് ഇതാണെന്ന്. നീ അതിലപ്പുറത്തെ സാധനമല്ലേടി. അപ്പം ബാക്കി നീ അടുത്ത ലൈവായിട്ട് വാ, ബാക്കി ഞാൻ തരാം. നിനക്ക് വയറ് നിറച്ച് നിൻ്റെ പഴയ കൂട്ടുകാരി തന്നെ തന്നിട്ടുണ്ടടി. മൃഷ്ടാന്നം ഉണ്ണാനായിട്ട് നിൻ്റെ പഴയ കൂട്ടുകാരി തന്നെ തന്നിട്ടുണ്ട്. ഇനി പോരാത്തത് നീ അടുത്ത ലൈവായിട്ട് വാ, ബാക്കി ഞാൻ നിനക്ക് ഉറപ്പായിട്ടും നീ ഇനി ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാലും ഞാനിങ്ങനെ ബാക്കി തന്നുകൊണ്ടേയിരിക്കും. കേട്ടോ തമിഴ്ത്തി? നിൻ്റെ പേര് നിന്നെ ഞാൻ തമിഴ്ത്തി എന്ന് വിളിച്ചതാണെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ ഇനി അത് അങ്ങനെ തന്നെയേ ഉണ്ടാവൂ. കാര്യം നീ അത്രയ്ക്ക് ചീത്ത പറഞ്ഞിട്ടുണ്ട് മലയാളികളെ. നീ പറയുന്നു പിന്നെ തമിഴ്ത്തി എന്ന് വിളിച്ചാൽ അഭിമാനമേ ഉള്ളൂ, പാണ്ടി എന്ന് വിളിച്ചതാണ്. ഞാൻ എവിടെയെങ്കിലും നിന്നെ പാണ്ടി എന്ന് വിളിച്ചത് നിനക്കൊന്ന് കാണിക്കാവോ? ഞാൻ വിളിക്കില്ലടി. കാര്യം നിൻ്റെ സംസ്കാരമല്ല എൻ്റെ സംസ്കാരം. നിന്നെ ഞാൻ തമിഴത്തി എന്ന് വിളിച്ചിട്ടുണ്ട്. അതിന് ജീവിതകാലം മുഴുവൻ ഞാൻ നിൻ്റെ പേര് വിളിക്കില്ല. നീ അതിനെ അർഹിക്കുന്നില്ല. നീ അത്ര യോഗ്യതയില്ലാത്ത, വാല്യുവില്ലാത്ത ഒരു സ്ത്രീയാണ്. എടി ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, ഒരേ ഒരു കാര്യം. നിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? സ്വന്തം കുഞ്ഞ് സാധാരണ അമ്മമാരുടെ അടുത്തുനിന്ന് പറിച്ചെറിഞ്ഞാൽ കുഞ്ഞുങ്ങൾ പോവില്ല. നിനക്ക് ആ കുട്ടിയെ നിർത്താനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിട്ട് സ്വന്തം കുഞ്ഞു പോലും നിൻ്റെ കൂടെ നിൽക്കില്ല. സ്വന്തം വീട്ടുകാരില്ല. ആ അച്ഛൻ വയസ്സായ അച്ഛനെ കണ്ട അതുപോലും വന്നൊന്ന് കൂടെ നിൽക്കില്ല. ഒരാളുമില്ല. ലാസ്റ്റ് കൂടിയ ഒരുത്തം പോലും നിൻ്റെ കൂടെ നിൽക്കില്ല. നിൻ്റെ ക്വാളിറ്റി ഈ ലോകത്ത് അങ്ങനെയുള്ള സ്ത്രീകൾ ആരും ഇല്ലടി.
ആരുമില്ലെങ്കിൽ ഇപ്പം ആരുടെയെങ്കിലും കൂടെ പെണ്ണുങ്ങൾ ഒളിച്ചോടുകയാണെന്ന് വെച്ചോ, എല്ലാം ഉപേക്ഷിച്ച് ഒളിച്ചോടുന്ന പെണ്ണുങ്ങളുണ്ട്. അവരുടെ കൂടെ അവരുടെ ആ ഒളിച്ചോടി അയാളെങ്കിലും കാണും. ഒരാളും ഇല്ലാതെ ഇങ്ങനെ ജീവിക്കുന്ന നീ മാത്രമാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാം നീ എന്തൊരു സ്ത്രീയാണ്, എന്തു ക്വാളിറ്റി ഇല്ലാത്ത സ്ത്രീയാണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. കേട്ടോ തമിഴത്തി? ഇനി ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ഞരമ്പ് പൊട്ടിച്ചിട്ട് നീ വാ, അപ്പം ഞാൻ ബാക്കി തരാം.